നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മകം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. മകവും പൂരവും ഉത്രത്തിക്കാലും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് ചാരവശാൽ വ്യാഴം 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ നല്ല ദൈവാധീനമുണ്ട്. ഈ മാസത്തിൽ ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ ഭാഗ്യം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. 7ാം ഭാവത്തിൽ ശശമഹായോഗം ചെയ്താണ് ശനി നിൽക്കുന്നത്. എന്നാൽ കണ്ടകശനിയുടേതായിരിക്കുന്ന ഒരു ദോഷം കൂടിയുണ്ട്. ചന്ദ്രൻ 7 ചൊവ്വ സഞ്ചരിക്കുന്ന സമയം കണ്ടകശനിക്കാലമായത് കാരണമുണ്ട്. ശനി അവിടെ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ടാണ് ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടുന്നത്. എന്നാൽ കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരം ചെയ്താൽ മാത്രമേ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അതേപോലെ തന്നെ മുത്തപ്പൻ അദാശക്തി വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരം വന്നാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും ഭാഗ്യവും വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. ഈ വരുന്ന 17ാം തീയതി, ജനുവരി 17ാം തീയതി 6ാം ഭാവത്തിലേക്ക് കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ മാറുന്നത് കൊണ്ട് 17ാം തീയതിക്ക് ശേഷം തൊഴിൽ മേഖലയിൽ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹപ്രവർത്തക ഭാഗത്തുനിന്നുള്ള അപ്രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ 6ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും 15ാം തീയതിക്ക് ശേഷം 7ാം ഭാവത്തിൽ ശനിയോട് യോഗം ചെയ്തു വരും. അപ്പോൾ ശനിയും സൂര്യനും പരസ്പര ശത്രുക്കളായിരിക്കുന്ന ഗ്രഹങ്ങളായത് കാരണമുണ്ട് അത് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന കാരണം എന്തിനിറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം വരാനും അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണം വരാനുമുള്ള യോഗമാണുള്ളത്. മാത്രമല്ല അതിനുശേഷം ദാമ്പത്യ സംബന്ധമായിട്ട് കുറച്ച് പ്രതിസന്ധികളും തടസ്സങ്ങളും അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. കാരണം ആഗ്നേയഗ്രഹമായിരിക്കുന്ന സൂര്യൻ 7ാം ഭാവത്തിൽ വരുന്ന സമയത്ത് അത് ഭാര്യയ്ക്ക് ദേഷ്യം, എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രവർജ്യ യോഗം പോലെ, ഒരു സന്യാസയോഗം പോലെയുള്ള ദോഷത്തെ ചെയ്യാൻ സാധ്യതയുള്ളത് കാരണമുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിലും അതിനുശേഷം യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തായാലും 17ാം തീയതിക്ക് ശേഷം സ്വയം മുന്നിട്ടിറങ്ങി എനിക്ക് വേണം, ഇതിൽ ഞാൻ വിജയിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാനുള്ള ഒരു യോഗമുണ്ട്. മറ്റൊരാൾ സഹായിക്കുന്നതിനേക്കാൾ ഉപരി അവനവൻ സ്വയം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ഗുണം കിട്ടാനായിട്ട് യോഗമുണ്ടാകും. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അത് കാരണം കൊണ്ടും ശത്രുസ്ഥാനത്ത് കർമാധിപതി നിൽക്കുന്നത് കൊണ്ടും വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകാതിരിക്കാൻ യോഗമുള്ള സമയത്ത് തന്നെ ചെലവിൽ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ടും മാതൃ സംബന്ധമായിട്ടോ പിതൃസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടും മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും 2ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണമുണ്ട് അത് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുകയും നല്ല ഉദ്ദേശത്തോടുകൂടി നല്ല സംസാരമാണ് എങ്കിൽ പോലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നുകയും സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങൾ അനുഭവപ്പെടാൻ ഇടവരികയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് അഷ്ടമത്തിൽ അമൃതവശ ഖണ്ഡകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത്. ഈ രാഹു അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നാഗപൂജ ചെയ്യണം. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു നാഗദോഷത്തിൻ്റെതായിരിക്കുന്ന കാര്യതടസ്സങ്ങൾ വരുത്താനുള്ള സാധ്യതയുള്ളത് കാരണമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് മകനക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. കാരണം ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ വ്യാഴ കേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് പിന്നീട് മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ ഗുണം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ പോലും ചെലവ് വർദ്ധിക്കാനും വരുമാനം കുറയാനും സാധ്യതയുള്ള ഒരു മാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കുടുംബ സംബന്ധമായിട്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും കുടുംബസുഖം അനുഭവിക്കാനുള്ള ഒരു യോഗവുമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധ കുറയാൻ യോഗമുള്ള സമയമാണ്. പഠന സമയത്തൊക്കെ ഏകാഗ്രത കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യതയുള്ളത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്തായാലും നല്ല പ്രാർത്ഥന, വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ മാസം വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.